ഹിന്ദു ഐക്യവേദി രക്ഷാധികാരി KP ശശികല ടീച്ചർ ചേരുന്നു. ടീച്ചർ സ്വാഗതം. ഇപ്പോൾ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിച്ചപ്പോൾ ജാമ്യാപേക്ഷ മാറ്റുകയാണ്. മറ്റൊരു കോടതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ഉയർന്ന കോടതിയിലേക്ക് പോകാമെന്നുള്ളൊരു നിർദ്ദേശം വരുന്നു. ഈ കന്യാസ്ത്രീകൾ ജയിലിൽ തുടരുക തന്നെ വേണം. കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും അത് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയുമാണ് ഇന്ത്യ സഖ്യം. പ്രത്യേകിച്ചും കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ അത് വലിയ പ്രചാരണമാക്കി ഉപയോഗിക്കുന്നു. പക്ഷേ ഛത്തീസ്ഗഡിൻ്റെ നിയമപരമായ അവിടുത്തെ പ്രത്യേകതകൾ നോക്കുമ്പോൾ അത്തരത്തിലുള്ള നിയമപരമായ കാര്യങ്ങളിലൂടെ അല്ല ഈ പെൺകുട്ടികളെ, പ്രത്യേകിച്ചും വനവാസികളായിട്ടുള്ള പെൺകുട്ടികളെ കന്യാസ്ത്രീകൾ കൊണ്ടുപോയത്. അതുകൊണ്ടാണ് അവർ അറസ്റ്റിലാകുന്നതും അവർ റിമാൻഡിലാകുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു ശശികല ടീച്ചർ? ഇവിടെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ രാഷ്ട്രീയ പിത്തലാട്ടങ്ങൾ കാട്ടിയത് കൊണ്ടോ ബഹളം കൂട്ടിയത് കൊണ്ടോ അവരെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്താണോ നിയമം അനുശാസിക്കുന്നത് അതിന് നടപടികൾക്ക് അവർ വിധേയമായേ പറ്റുള്ളൂ. എന്തായാലും പ്രഥമ പരിഗണന വനവാസി സഹോദരികൾക്കാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ പ്രത്യേകമായി പരിരക്ഷ കൊടുക്കേണ്ട വിഭാഗമായതുകൊണ്ട് തന്നെയാണ് അവർക്ക് പ്രത്യേക നിയമ സംവിധാനങ്ങളിലൂടെയും കൂടി നമ്മൾ ആ പരിരക്ഷ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരമവും പ്രധാനവുമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നീതി കിട്ടേണ്ടത് ആ വനവാസി സഹോദരികൾക്കാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നവർ ചെയ്യേണ്ടത് നിയമ പോരാട്ടം നടത്തുക എന്നുള്ളതാണ്. കോടതിക്ക് എത്ര പേര് മുദ്രാവാക്യം വിളിച്ചു എന്ന് നോക്കിയിട്ടോ എത്ര പേര് ബഹളം കൂട്ടിയെന്ന് നോക്കിയിട്ടോ കോടതിക്ക് ഏതായാലും ജാമ്യം കൊടുക്കാൻ സാധ്യമല്ലല്ലോ. അപ്പൊ കോടതി ജാമ്യം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഛത്തീസ്ഗഡിൽ നിലവിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് ഇവർ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നാണ് അതൊന്ന് മനസ്സിലാവുന്നത്. കാരണം ഇത്തരം പെൺകുട്ടികളെ കൊണ്ടുപോകുന്നത് അവരെ സംരക്ഷിക്കേണ്ട സ്ഥലത്ത് നിന്ന് അവരെ മറ്റൊരിടത്തേക്ക് ശരിക്കും പറഞ്ഞാൽ തട്ടിക്കൊണ്ടുപോകുന്ന സംവിധാനത്തിലൂടെ ആയതുകൊണ്ട് തന്നെയാണ് അവിടെ മനുഷ്യക്കടത്ത് അടക്കമുള്ള വകുപ്പുകൾ ചാർത്തിയിരിക്കുന്നത്. മാത്രമല്ല മതം മാറ്റം നിയമം മൂലം നിരോധിച്ചിട്ടുള്ള നിർബന്ധിത മതം മാറ്റം നിരോധിച്ചിട്ടുള്ള സംസ്ഥാനമാണത്. അപ്പൊ തീർച്ചയായും അവിടുത്തെ നിയമങ്ങൾ പാലിച്ചേ മതിയാകുള്ളൂ എന്ന് വിചാരിച്ച് കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടരുത് എന്നൊന്നും നമ്മൾ പറയുന്നില്ല. അവർക്ക് നിയമ പോരാട്ടം നടത്താം, പരമാവധി നിയമ പോരാട്ടം നടത്തി നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഉള്ള സുരക്ഷ അവർക്ക് കിട്ടുന്നതിൽ ആരും എതിരല്ല. മറിച്ച് ഇവിടെ കാണിക്കുന്ന രാഷ്ട്രീയ ചിഹ്നമിടുക്കുകൊണ്ടോ ബഹളം കൊണ്ടോ അവരെ ഏതെങ്കിലും വിധത്തിൽ രക്ഷിച്ചു കൊണ്ടുപോകാം എന്നാരും ചിന്തിക്കരുത്. കാരണം അത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരാണ് എന്നേ പറയാനുള്ളൂ. ശശികല ടീച്ചർ, ഇത് NIA കോടതിയിലേക്ക് ഈ കേസ് വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ NIA കോടതി പരിഗണിക്കത്തക്ക ഒരു കുറ്റം ഇവർ ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള നിയമപരമായ നിരവധി വെല്ലുവിളികൾ കടന്നാൽ മാത്രമേ ഇനി ഇവർക്ക് ജാമ്യം ലഭിക്കുകയുള്ളൂ. അങ്ങനെ കൂടി ഒരു കാര്യമുണ്ടല്ലോ ശശികല ടീച്ചർ. ഇത് NIA അടക്കമുള്ള ഏജൻസികൾ അന്വേഷിക്കണം എന്ന അഭിപ്രായം ഞങ്ങൾക്കൊക്കെ ആദ്യമേ ഉണ്ട്. കാരണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ വനവാസി സഹോദരികളെ ഇവർ കൊണ്ടുവന്ന സ്ഥലം എന്ന് പറയുന്നത് നാരായൺപൂര്. എല്ലാവരും ചർച്ച ചെയ്ത പോലെ തന്നെ ഇന്ത്യയുടെ നിയമവ്യവസ്ഥകൾക്ക് സംവിധാനങ്ങൾക്ക് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവരുടേതായ മാവോവാദികൾ അവരുടേതായ ഒരു ഗുണ്ടാരാജ്യം നടപ്പിലാക്കുന്ന ഒരു സ്ഥലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അവർക്ക് ആധാർ കാർഡ് എടുക്കാനോ അല്ലെങ്കിൽ സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനോ ഒന്നും സാധിക്കാത്ത വിധത്തിൽ സർക്കാർ ഏജൻസികളെ പടിക്ക് പുറത്തു നിർത്തിയ ഒരു സ്ഥലത്ത് എങ്ങനെ ഇവർക്ക് ചെല്ലാൻ സാധിക്കുന്നു? എങ്ങനെ ഇവർക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു? അങ്ങനെ ഇവർക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇവരും മാവോവാദികളും തമ്മിൽ ലിങ്ക് ഉണ്ടോ? അത്തരം കാര്യങ്ങളെ പറ്റി ചിന്തിക്കണ്ടേ? ഇത് നിയമവ്യവസ്ഥയ്ക്ക് അതൊക്കെ ചിന്തിച്ചല്ലേ മതിയാകുള്ളൂ. ഇന്ത്യൻ ഭരണ സംവിധാനങ്ങളോട് മുഴുവൻ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഇവർ കടന്നു ചെന്നത്? എങ്ങനെയാണ് ഇവർ പുഷ്പം പോലെ ഒരു പക്ഷേ പോലീസുകാർക്കോ അതും അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റേ കറണ്ട് ബില്ല് കൊടുക്കാനോ പോലും പോകാൻ സാധിക്കാത്ത ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടുന്ന് പെൺകുട്ടികളെയും കൊണ്ട് ഇവർ യാതൊരു കുഴപ്പവും കൂടാതെ പുറത്തേക്ക് കടന്നുവെന്നും 100-200 കിലോമീറ്റർ അപ്പുറമുള്ള റെയിൽവേ സ്റ്റേഷനിൽ എത്തിയെന്നൊക്കെ പറഞ്ഞാൽ ഇവർ തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കുക തന്നെ വേണം. നമ്മൾ വെറും വൈകാരികമായ തലത്തിൽ ഈ വിഷയത്തെ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. രാഷ്ട്രത്തിന്റെ സുരക്ഷയാണ് പരമപ്രധാനം. അതിലുപരിയായി വനവാസി സഹോദരങ്ങളുടെ അവരുടെ തനിമയും അവരുടെ ജീവിതവും കാത്തുരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ അതിന് വിരുദ്ധമായി മാവോവാദികളും ഇവരുമായി ഏതെങ്കിലും വിധത്തിൽ കൂട്ടുകെട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രത്തിന് അറിഞ്ഞു തന്നെ മതിയാകുള്ളൂ. കാരണം പട്ടിണി ഒരു ചാരിറ്റി നടത്താൻ വേണ്ടി പട്ടിണി ഉണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാകരുത്. കാരണം മാവോവാദികൾ സർക്കാർ സംവിധാനങ്ങളെ പുറത്തു നിർത്തിക്കൊണ്ട് ഒരു ആനുകൂല്യവും കിട്ടാതെ ഇവർക്ക് പട്ടിണിയും ദുരിതവും ഉണ്ടാക്കിക്കൊണ്ട് അത്തരം ഒരു പറ്റിയൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടാണോ ചാരിറ്റിയുടെ പേരും പറഞ്ഞ് മറ്റുള്ളവർക്ക് അങ്ങോട്ട് കടക്കാൻ സാധിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം അതല്ല എങ്കിൽ സർക്കാർ നമുക്കറിയാം നമ്മുടെ ബഡ്ജറ്റിന്റെ അല്ലെങ്കിൽ ഓരോ MP ഫണ്ടിന്റെ ഒക്കെ നിശ്ചിത ശതമാനം പട്ടികജാതി പട്ടികവർഗ വികസനത്തിന് മാറ്റിവെക്കണം. അപ്പൊ അവരെ ഒന്നും അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ ഇട്ടുകൊണ്ട് ഇവരെ ഇരകളാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായി ചർച്ച ചെയ്യണം. NIA അടക്കമുള്ള ഏജൻസികൾ ആ കാര്യത്തിൽ അന്വേഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.